ഇറാൻ എന്നുള്ള രാഷ്ട്രത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. ഇറാനെ പറ്റി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പേരാണ് ഇറാൻ എന്നുള്ളത്. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക് ആയതിനു ശേഷമുള്ള ഇറാൻ്റെ ഒരു ചരിത്രമാണ്. കഴിഞ്ഞ ഒരു ജനുവരി 7 മുതൽ ഇപ്പോൾ ഫെബ്രുവരി 11 വരെ ഈ ഒരു കാലയളവ് എന്നുള്ളത് ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കാലയളവാണ്. കാരണം എന്താണ്? 1979 ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ പൊട്ടിപ്പുറപ്പെടുന്നത് ഈ ഒരു കാലയളവിലാണ്. 1979 ജനുവരി 7 മുതൽ ഫെബ്രുവരി 11 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമര പോരാട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു റവല്യൂഷൻ്റെ അന്തിമമായിട്ടാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നിലവിൽ വരുന്നത്. ഇപ്പോഴത് അതിൻ്റെ 47ാം വാർഷികമാണ് കഴിഞ്ഞ ദിവസം ആഘോഷിച്ചത്. ഇറാനിലെമ്പാടും വലിയ ആഘോഷങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത്. സർക്കാർ തലത്തിൽ തന്നെ ഭരണകൂടത്തിൽ തന്നെ ജനങ്ങളെയും ഭരണകൂടത്തെയും മറ്റു രാഷ്ട്രപ്രതിനിധികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ നടന്നിട്ടുണ്ട്. 1979 ഷാ പഹ്ലവിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള പുതിയൊരു ഭരണകൂടം അവിടെ ഉണ്ടാവുന്നതും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനായി മാറുന്നതും. അഥവാ നേരത്തെ ഉണ്ടായിരുന്ന പാശ്ചാത്യ വിഭാഗങ്ങളുമായി, പ്രത്യേകിച്ചും അമേരിക്ക, ഇസ്രായേൽ, മറ്റു യൂറോപ്യൻ ശക്തികൾ ഇവരുമായിട്ടുള്ള ചങ്ങാത്തമൊക്കെ ഇറാൻ അവസാനിപ്പിക്കുന്നത് ഈ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആയതിനു ശേഷമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിപ്പബ്ലിക് ആവുന്നതിൻ്റെ തൊട്ടുടനെ തന്നെ ഇറാഖുമായിട്ടുള്ള വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വന്നു. സദ്ദാം ഹുസൈൻ ഇറാനെ ആക്രമിച്ചു, ഇറാനെ പിടിച്ചടക്കാൻ നോക്കി. പക്ഷേ അപ്പോൾ ഇറാന് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 8 വർഷക്കാലമാണ് ഈ യുദ്ധം നീണ്ടു നിന്നത്. അതായത് 1979 ഭരണത്തിലേറിയ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് ആദ്യം നേരിടാനുണ്ടായിരുന്നത് തൊട്ടടുത്ത രാജ്യമായ സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ആക്രമണത്തെയാണ്. അന്ന് ഇറാഖിന് വേണ്ട പിന്തുണകൾ നൽകിയ രാജ്യങ്ങൾ എന്നുള്ളത് അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുമാണ്. സദ്ദാം ഹുസൈനെ കൊണ്ട് ഇറാനെ ആക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ഇറാനെ വളർന്നു വന്നാൽ തങ്ങൾക്ക് ഭീഷണിയാകുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടാണ് സദ്ദാമിനെ കൊണ്ട് ഇറാൻ ആക്രമിച്ചത്. ഈ യുദ്ധം ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുമെന്ന് കരുതപ്പെട്ട് സദ്ദാം ഇറാനെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു തുടങ്ങിയ യുദ്ധം ഇറാന്റെ ആഭ്യന്തരമായ എല്ലാ ശൈഥിലീകരണത്തിന് ഇടയിലും 8 വർഷക്കാലം ഇവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. 1980 മുതൽ 88 വരെയാണ് യുദ്ധം നീണ്ടു നിന്നത്. എന്നിട്ട് ഇറാനെ കീഴടക്കാൻ വന്ന സദ്ദാമിന് അവിടെ നിന്ന് പിന്തിരിയേണ്ടി വന്നു. ചില മേഖലകളിൽ കനത്ത തിരിച്ചടിയാണ് ആ ഒരു സമയത്ത് സദ്ദാമിന് കിട്ടിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1979 വരെ ഇറാനിൽ ഉണ്ടായിരുന്ന മുഴുവൻ സൈനിക സംവിധാനങ്ങളെയും, മുഴുവൻ മിലിറ്ററി സംവിധാനങ്ങളെയും, മുഴുവൻ ഭരണകൂട സംവിധാനങ്ങളെയും ആ സമയത്ത് മാറ്റപ്പെട്ടിരുന്നു. പുതിയതായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അവിടുത്തെ ജനതയൊന്നാകെ ഈ ഖുമൈനിക്ക് കീഴിലുള്ള ഈ ഒരു രാഷ്ട്രത്തിന് പിന്നിൽ അണിനിരുന്നു. ഇറാഖുമായിട്ട് ഫൈറ്റ് ചെയ്തു, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇറാനെ കീഴടക്കാൻ എളുപ്പത്തിൽ സദ്ദാമിന് സാധിക്കാതിരുന്നത്. തുടർന്ന് ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള വിഷയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ 2026 എത്തുമ്പോഴാണ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും പറയുന്ന രീതിയിൽ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട്, അതായത് ലോകത്ത് അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ടുള്ള ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് എതിരെ നിൽക്കുന്ന രാജ്യങ്ങളെ ഏത് രീതിയിൽ ഇല്ലാതാക്കുമെന്ന്, ആ രാജ്യത്ത് ആഭ്യന്തരമായ ശൈഥിലീകരണം ഉണ്ടാക്കി ആ രാജ്യങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇറാനിലേക്ക് വരുമ്പോൾ അതിനെയും അതിജീവിച്ചുകൊണ്ട് 2026 വരെ ആ രാഷ്ട്രത്തിന് നിലനിൽക്കാനായി. അതിശക്തമായ ഭരണകൂട വ്യവസ്ഥയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിലുള്ളത്. ഭരണവും സൈനികവും സർക്കാർ സംവിധാനങ്ങളും മിലിറ്ററി പോലീസ് സംവിധാനങ്ങളും ഏകോപിച്ച് ഭരണകൂടത്തിന് കീഴിൽ
അണിനിരക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ ഒരിടത്ത് പോലും വിള്ളൽ ഉണ്ടാക്കാൻ ഈ കാലയളവ് കൊണ്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. ഷിയ പാരമ്പര്യമാണ് ഇറാൻ പേറുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ഷിയായിസവുമായി ബന്ധപ്പെട്ട മറ്റു ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഹേതുവായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അലി ഖുമൈനിയുടെ നേതൃത്വത്തിലാണ് ആ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പരമോന്നത നേതാവ് എന്നുള്ളത്, അവസാന വാക്കു എന്നുള്ളത് അത് അലി ഖുമൈനിയുടെ വാക്കുകളാണ്. പ്രസിഡന്റൽ ഭരണം മറ്റുള്ള രീതിയിലുണ്ടെങ്കിലും ജനപ്രതിനിധികളുണ്ട്, പാർലമെന്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ മറ്റു ജൂത വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്, സുന്നി വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പാർലമെന്റ് തലത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ അവസാന വാക്ക് എന്നുള്ളത് അത് പരമോന്നത നേതാവായ അലി ഖമേനിയുടേതാണ്. അലി ഖമേനിയെ പറ്റി ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വെസ്റ്റേൺ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഭൂഗർഭറയിലാണ്, അയാൾ അണ്ടറിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നതാണ്. എന്നാൽ അലി ഖമേനി ഇപ്പോൾ അടുത്ത കാലത്തായി പല പൊതുപരിപാടികളിലും സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ ഓരോ ദിവസവും ഇറാനിയൻ ഭരണകൂടം പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ഇസ്രാ മിറാജ് എന്നുള്ള സന്ദേശത്തിൽ, അതുപോലെ തന്നെ ഈ 12 ദിന യുദ്ധത്തിൽ രക്തസാക്ഷികളായ ആളുകളുടെ കുടുംബങ്ങളെ കാണാൻ, ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ, ഈ അമേരിക്കയുമായിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ, ഇങ്ങനെ പലവിധ കാര്യങ്ങൾക്കും ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹം പൊതുരംഗത്ത് ഒരുപാട് തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏത് നിമിഷവും അലി ഖമേനിയെ വകവരുത്തുമെന്നും അതിനുള്ള പദ്ധതികൾ തങ്ങൾ തയ്യാറാക്കിയെന്നും എല്ലാ സമയത്തും അമേരിക്കയും ഇസ്രായേലും പറയാറുണ്ട്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എനിക്ക് സംസാരിക്കേണ്ടത് അലി ഖമേനിയുടേതാണ്, മറ്റുള്ള ഇറാനിയന്റെ ആളുകളോടല്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിന് മറുപടിയായി അലി ഖമേനി പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും പ്രാധാന്യമേറിയത്. ലോകത്ത് വാക്കുകൾക്ക് വിലയില്ലാത്ത ഒരാളുമായിട്ട് സംസാരിക്കാൻ ഡൊണാൾഡ് ട്രംപിനെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, വാക്കുകൾക്ക് വിലയില്ലാത്ത ഒരാളുമായിട്ട് സംസാരിച്ച് സമയം കളയാൻ എനിക്ക് സമയമില്ല, എനിക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നതാണ്. അഥവാ 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ നിലപാട് എന്തായിരുന്നോ അത് തന്നെയാണ് 2026 തുടർന്നു കൊണ്ടേയിരിക്കുന്നത്. ഇതിനിടയിൽ രാജ്യം ഒരുപാട് ദൂരം സഞ്ചരിച്ചു, പല രീതിയിലുള്ള കാര്യങ്ങൾ അതിനിടയിൽ സംഭവിച്ചു. ആണവ ശാക്തീകരണത്തിന്റെ പാതയിൽ യുറേനിയം സമ്പുഷ്ടീകരണം ഉണ്ടാക്കാൻ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലടക്കം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ടെൽ ഹവീവിലേക്കും 2500-3000 കിലോമീറ്ററുകൾ സഞ്ചരിക്കാവുന്ന അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളടക്കം ഇന്ന് ഇറാന്റെ കൈകളിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അമേരിക്കയെയും ഇസ്രായേലിനെയും അംഗീകരിക്കാതെ, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാതെ സ്വന്തം നിലക്കുള്ള ഒരു ഉൽപാദനവും ആഭ്യന്തരക്ഷമതയും ഉണ്ടാക്കി മുമ്പോട്ട് വന്നതുകൊണ്ട് തന്നെ വലിയ ഉപരോധങ്ങളാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. ഈ ഉപരോധങ്ങൾക്കിടയിലാണ് അവർ ഈ ഒരു രാഷ്ട്രീയ ശക്തിയായും ഒരു രാഷ്ട്ര ശക്തിയായും ഒക്കെ വരുന്നുള്ളത്. ആയുധ ശക്തിയിൽ ഇന്ന് ലോകത്ത് യുക്രൈനും യുദ്ധമുണ്ടായപ്പോൾ യുക്രൈന് ഉപയോഗിച്ചിട്ടുള്ള പല ആയുധങ്ങളും, റഷ്യ ഉപയോഗിച്ചിട്ടുള്ള പല ആയുധങ്ങളും അത് ഇറാൻ നിർമ്മിതമായ ഡ്രോണുകളാണ്. അഥവാ ഇറാൻ ആയുധങ്ങൾക്ക് മൂല്യമുണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ സംഭവ വികാസങ്ങൾ. കഴിഞ്ഞ 12 ദിന യുദ്ധം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയ പ്രഥമ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇസ്രായേലിനെ അംഗീകരിക്കാതെ പരസ്പരം പോർ വിളിക്കുന്ന 2 രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും എന്നുള്ളത്. ആ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയില്ല എന്നാണ് ലോകം വിലയിരുത്തിയത്. ഇറാന്റെ തന്ത്രപ്രധാനമായ പലരെയും കൊലപ്പെടുത്താൻ ഇസ്രായേലിനും മൊസാദിനും സാധിച്ചപ്പോൾ, അവരുടെ ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്താൻ സാധിച്ചപ്പോൾ, അവരുടെ സൈനിക തലവന്മാരെ കൊലപ്പെടുത്താൻ സാധിച്ചപ്പോൾ, നേരത്തെ ഉണ്ടായിരുന്ന പല ഇത്തരം സൈനിക ബ്രിഗേഡർമാരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും കരുതിയത് ഇറാനെ കൊണ്ട് ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയില്ല, അതിന് പോകുന്ന ആയുധങ്ങൾ അവിടെയില്ല, അവിടുത്തെ ഇന്റർസെപ്റ്റുകളെ മറികടന്നുകൊണ്ട്, അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇറാന്റെ ഒരു ആയുധങ്ങളും അവിടെ എത്തില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വ്യോമഗതാഗതത്തിൽ, യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാൻ ബഹുദൂരം പിന്നിലാണ്. ഇതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധമുണ്ടായാൽ ഇറാന് കീഴടങ്ങേണ്ടി വരുമെന്ന് വിലയിരുത്തിയ ആളുകളുണ്ട്.
പക്ഷേ യുദ്ധം തുടങ്ങിയതിന് ശേഷം 12 ദിവസം മാത്രമാണ് അത് നീണ്ടു നിന്നത്. ആ 12 ദിവസത്തിനുള്ളിൽ ഇസ്രായേലിന് യുദ്ധം അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അമേരിക്കയുമായി സംസാരിച്ചുകൊണ്ട് ഇറാനോട് ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. സമാധാന കരാർ ഉണ്ടാക്കാൻ നിർബന്ധിതരായി. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട അവരുടെ വ്യവസായ കേന്ദ്രങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടങ്ങളിലാണ് ഈ ഇറാന്റെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചത്. അതിനേക്കാൾ വീര്യം കൂടിയ മിസൈലുകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇറാൻ പറയുന്നുണ്ട്. അതായത് ഇസ്രായേൽ എന്നുള്ള രാജ്യത്തെ സമ്പൂർണമായിട്ടും തകർത്ത് കളയാൻ കഴിയുന്ന ആയുധങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനെ സമ്പൂർണമായിട്ടും ഇല്ലാതാക്കി കളയുമെന്നുള്ള ഒരു ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിന് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇസ്രായേൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നിലവിൽ ഫലസ്തീനിയൻ സ്വതന്ത്ര പോരാട്ടത്തിന് ലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയും ഈ ഇസ്രായേൽ എന്നുള്ളത് ഒരു അധിനിവേശ രാഷ്ട്രമാണെന്നും അക്രമ രാഷ്ട്രമാണെന്നും ലോകം വിലയിരുത്തുന്നു. ഇതിനിടയിൽ ഇറാൻ അവിടുത്തെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ പോരാട്ട പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പിന്തുണ, ഫലസ്തീനിലെ പോരാട്ട പ്രസ്ഥാനമായ ഹമാസിനെ പോലും, അതൊരു സുന്നി ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും അവരെ പോലും പരസ്യമായി പിന്തുണക്കാനും എല്ലാവിധ പിന്തുണ കൊടുക്കാനും ഇറാൻ എല്ലാ സമയത്തും തയ്യാറായിട്ടുണ്ട്. ഫലസ്തീൻ എന്നുള്ള സ്വതന്ത്ര രാഷ്ട്രം തങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണെന്ന് അവരുടെ ഭരണഘടനയിൽ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്രായേൽ എന്നുള്ളത് ഒരു ഭീകര രാഷ്ട്രവും അധിനിവേശ രാഷ്ട്രവും എന്നാണ് അവരുടെ പ്രഖ്യാപിത നിലപാട് എന്നുള്ളത്. അതിനിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഹിസ്ബുള്ള, ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും എല്ലാ കാലത്തും എല്ലാവിധ പിന്തുണയും ഇറാൻ നൽകിയിരുന്നു. പ്രത്യേകിച്ചും 2006 ഇസ്രായേൽ അധിനിവേശ സമയത്ത് ഇസ്രായേൽ ലെബനനിലേക്ക് അധിനിവേശം നടത്തുന്നു. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ കരയുദ്ധമുണ്ടാകുന്നു. ഈ കരയുദ്ധത്തിന് ശേഷമാണ് നേരത്തെ ലെബനനിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളടക്കം ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് ഓടിപ്പോവേണ്ടി വന്നത്. ഈ യുദ്ധത്തിൽ ഈ ഹിസ്ബുള്ളയെ എല്ലാവിധ പിന്തുണയും നൽകി ഖാസിം സുലൈമാനി എന്ന അവരുടെ സൈനിക കമാൻഡറാണ് ആ സൈന്യത്തെ അണിനിരത്തുന്നതും അതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതുമെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹസൻ നസ്രുള്ളയെ പോലെയുള്ള ആളുകളെ പരിപൂർണമായിട്ടും പിന്തുണച്ചുകൊണ്ട് ഓരോ പ്രദേശത്തും വ്യത്യസ്തരായ ഇത്തരം ആളുകളുടെ നേതൃത്വത്തിൽ ഈ പോരാട്ട ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ അധിനിവേശ വിരുദ്ധ പോരാട്ട ഗ്രൂപ്പുകളെ ഉണ്ടാക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അത് ഇറാഖിലും സിറിയയിലും ലെബനനിലും സാധിച്ചിട്ടുണ്ട്. ഇവരെ കോർത്തിണക്കുന്ന ഒരു ഐഡിയോളജി എന്നുള്ളത് അത് ഷിയായിസവുമായി ബന്ധപ്പെട്ടതാണ്, ഷിയ തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി ഇറാൻ നിലനിൽക്കുമ്പോൾ പോലും തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായ പലരുമായിട്ടും, സൗദി അറേബ്യയോ അല്ലെങ്കിൽ മറ്റു അറബ് രാജ്യങ്ങളുമായിട്ടും ഒരുപാട് കാലം അകൽച്ചയിലായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. അവരുടെ ഈ ഒരു കാര്യത്തിലുള്ള മുമ്പോട്ട് പോക്ക് എന്നുള്ളത് അവരുടെ ഒരു പരമ്പരാഗതമായ ഒരു ഷിയ ശൈലി വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ യാഥാസ്ഥിതിക നിലപാടുകൾ കൊടുത്തുകൊണ്ട് പരസ്പരം വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു മുമ്പോട്ട് പോക്കിന് പലപ്പോഴും ഇറാന്റെ ഈ യാഥാസ്ഥിതിക വാദം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ലോക ഭൂപടത്തിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വളരെ അകൽച്ചയിലേക്ക് ഇറാന് പോവേണ്ടി വന്നത്. അവിടെ പല രീതിയിലുള്ള വിപ്ലവാത്മകമായ അല്ലെങ്കിൽ പുരോഗമനപരമായ ആശയങ്ങൾ പേറിക്കൊണ്ടുള്ള ആളുകൾ മുമ്പോട്ട് വന്നെങ്കിലും പിന്നീട് അവരും കൂടി ഭരണതലത്തിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഈ ഇറാന്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പലപ്പോഴും ഈ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നോമിനേഷന്റെ അംഗീകാരം നൽകുന്നുള്ളത് ഇറാന്റെ പരമോന്നത സഭയായ ഗാർഡിയൻ കൗൺസിലാണ്. ഈ ഗാർഡിയൻ കൗൺസിലാണ് ഇറാന്റെ നയങ്ങളെ തീരുമാനിക്കുന്നതും ഈ കാര്യങ്ങൾ ചെയ്യുന്നതും, അഥവാ ഷൂറ കൗൺസിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെയാണ് ആരൊക്കെ മത്സരിക്കേണ്ട ആളുകളൊക്കെ നോമിനേഷനും സ്വീകരിക്കേണ്ടതും ആരൊക്കെ മത്സരിക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നതും. അങ്ങനെയുള്ള ഒരിടത്താണ് പിന്നീട് ആയത്തുള്ള അലി ഖമേനിയുമായി നയസമീപനങ്ങൾ, രാജ്യത്തിന്റെ തീരുമാനങ്ങൾ, ഇതൊക്കെ ഈ ഗാർഡിയൻ കൗൺസിലിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ പരമോന്നത നേതാവ് ഉണ്ടാകുന്നു, അതിന് താഴെ ഗാർഡിയൻ കൗൺസിൽ ഉണ്ടാകുന്നു. ഈ ഗാർഡിയൻ കൗൺസിലും ഈ പരമോന്നത നേതാവും കൂടിയാണ് അന്തിമമായ തീരുമാനമെടുക്കുന്നത്. അഥവാ ഗാർഡിയൻ കൗൺസിൽ, ഷൂറ കൗൺസിൽ ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്തതിന്റെ തീരുമാനം നടപ്പിലാക്കാൻ പരമോന്നത നേതാവ് അന്തിമമായ ഉത്തരവ് നൽകുന്നു. പക്ഷേ പ്രസിഡന്റും മറ്റുള്ള
സർക്കാർ സംവിധാനങ്ങളും ഭരണതലത്തിലുണ്ട്. അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിൽ അവരാണ് പ്രവർത്തിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളായ ക്രിസ്ത്യൻ വിഭാഗത്തെ, ജൂത വിഭാഗത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാർലമെന്റാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവിടുത്തെ ന്യൂനപക്ഷമായ സുന്നി വിഭാഗക്കാർക്കും പാർലമെന്റിൽ പരിഗണന കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും സൗദി അറേബ്യ അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു ഖത്തറടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾ പലപ്പോഴും ഇറാനെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഈ സുന്നി ഷിയ ഭിന്നതയും ഇറാന്റെ താല്പര്യങ്ങളിലുള്ള സംശയമായിരുന്നു അവരെ അടുപ്പിക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തിയത്. എന്നാൽ പുതിയ കാലത്ത് ഇറാനുമായിട്ട് ഏറ്റവും മികച്ച എൻഗേജ് ചെയ്തുകൊണ്ട് പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പരസ്പരം സൗഹൃദത്തിലാവാൻ ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ പ്രസിഡന്റ് തന്നെ സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തുന്നു, ഖത്തറിൽ സന്ദർശനം നടത്തുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. മേഖലയിൽ ഉണ്ടാകുന്ന ഹൂത്തി വിഭാഗത്തെ പിന്തുണക്കുന്നതാണ് സൗദി അറേബ്യക്ക് പ്രശ്നമായിട്ട് തീർന്നതെങ്കിൽ ഹൂത്തികളുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേദിയൊരുക്കുകയും അതിനിടയിൽ തന്നെ ഈ സൗദി അറേബ്യയും ഹൂത്തികളും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയുടെ ഇടപെടലുകൾ കൊണ്ടാണ് ഇത്തരം പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത്. അഥവാ ചൈന ഒരു മേജർ റോളിൽ ഇപ്പോൾ ഇറാന്റെ വിഷയങ്ങളിൽ നിർണായകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. മറ്റൊന്ന് റഷ്യയാണ്. എങ്കിൽ പോലും ഈ ഒരു തങ്ങളുമായി സഹകരിക്കുന്ന രാഷ്ട്രങ്ങളാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും അവരെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് ഇറാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നേരത്തെയും അവർ അങ്ങനെ തന്നെയായിരുന്നു. കാരണം അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവിടെ ഇറാനിൽ റഷ്യ കയറിക്കൂടുകയും പിന്നീട് അവിടെ നിന്ന് പിന്മാറാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇറാന്റെ ഡിഫൻസ് സംവിധാനങ്ങൾക്കാണ്, അവിടുത്തെ ഇന്റർസെപ്റ്റ് സംവിധാനങ്ങൾക്കാണ് ഇവരുടെ ടെക്നോളജിപരമായ സാങ്കേതികപരമായ പരിജ്ഞാനങ്ങളും സഹായങ്ങളും സാമഗ്രികളും ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ചൈനയുമായും റഷ്യയുമായൊക്കെ ഇവർക്ക് ഇത്തരത്തിലുള്ള സഹകരണങ്ങൾ വർദ്ധിപ്പിക്കേണ്ടി വരുന്നത്. ആ സഹകരണങ്ങൾ കൂടിക്കൊണ്ടാണ് കഴിഞ്ഞ 12 ദിന യുദ്ധത്തിൽ ഇസ്രായേലി ആക്രമണങ്ങളെ പലപ്പോഴും പ്രതിരോധിക്കാൻ ഇറാന് സാധിച്ചിട്ടുള്ളത്. ഇറാൻ സ്വന്തം നിലക്കും പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു കാലയളവിൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധിവരെ അവർ വിജയിച്ചിട്ടുണ്ട്. എങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ അവർ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ഒരുപാട് മുമ്പിലാണ്. കടലിൽ നിന്നും മരുഭൂമിയിൽ നിന്നും ഭൂമിക്കടിയിൽ നിന്നും ഒരേ സമയം തുളച്ചു കയറുന്ന അല്ലെങ്കിൽ ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകൾ അവരുടെ ശേഖരത്തിലുണ്ട്. എങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ ശേഖരമുള്ള ഒരു രാഷ്ട്രമായിട്ട് തന്നെ ഇറാനെ വിശേഷിപ്പിക്കാം. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള ലോകത്തുള്ള മേധാവിത്വത്തിന് നേരെ ആദ്യമായിട്ട് അവർക്കെതിരെയുള്ള യുദ്ധം നടത്തി എന്നുള്ളതും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. മുസ്ലിം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഫലസ്തീൻ്റെ പ്രശ്നങ്ങളും മസ്ജിദുൽ അക്സ എന്ന അവരുടെ പോരാട്ടവും അതിനിടയിൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഒക്കെ സമവാക്യങ്ങൾ മാറുന്നതും ഈ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ ക്രൂരതകൾ, ലബനനിൽ നടത്തിയ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള യമനടക്കമുള്ള രാജ്യങ്ങളിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശങ്ങൾ, ഈ അധിനിവേശത്തിന് മറുപടി നൽകണമെന്ന് ലോക മുസ്ലിം സമൂഹത്തിൻ്റെ ആവശ്യമായിരുന്നു. ആ ആവശ്യങ്ങൾ നിറവേറ്റിയ രാജ്യം എന്നുള്ള നിലക്ക് മുസ്ലിം ലോകത്തും ഇറാൻ ഇപ്പോൾ നിർണായകമായ ഒരു ഘടകമായിട്ടുണ്ട്. മുസ്ലിം ലോകം തന്നെ കേൾക്കുന്ന വാക്കുകളായി അലി ഖുമേനിയുടെ വാക്കുകളും ഇറാന്റെ നിലപാടുകളും മാറിയിട്ടുണ്ട്. അഥവാ 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ രൂപീകരിതമായതിനു ശേഷം അത് നടത്തിയിട്ടുള്ള ശ്രമങ്ങളും പരിശ്രമങ്ങളും ഇപ്പോൾ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. എങ്കിലും ലോകരാജ്യങ്ങളുമായി ഈ ഒരു എൻഗേജ്മെന്റ് സാധ്യമാകാത്തതും മറ്റുള്ള യാഥാസ്ഥിതിക നിലപാടുകളിൽ നിന്നും പലപ്പോഴും പിന്നോട്ട് പോകാൻ കഴിയാത്തതും രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ പുതിയ സമവാക്യങ്ങളിലേക്ക് മാറാൻ കഴിയാത്തതും ഇറാനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതാണ് ഈ ഉപരോധങ്ങൾ കൊണ്ട് വലയേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത്. ഉപരോധങ്ങൾ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പണപ്പെരുപ്പണമടക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവരുടെ കയ്യിൽ ആവശ്യത്തിലധികം എണ്ണയുണ്ട്.
അവിടുത്തെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ നിരക്കിൽ എണ്ണ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ലോകത്താകമാനം സെയിൽ ചെയ്തുകൊണ്ട് അതിനെ ഒരു ബിസിനസ് കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ ഈ ഉപരോധങ്ങൾ മൂലം സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ വലിയ സാമ്പത്തിക ശക്തിയായി മാറാത്തത്, വലിയ ഈ ദരിദ്രമായ സാമ്പത്തികമായ അവസ്ഥയിലേക്ക് മാറിയത്. എങ്കിൽ പോലും അവിടുത്തെ ആഭ്യന്തരമായ ഉൽപാദന മേഖല വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ട്. അവിടെ കൃഷി നടക്കുന്നുണ്ട്, വ്യവസായം നടക്കുന്നുണ്ട്, ആരോഗ്യ മേഖലയുമായി വേണ്ട മരുന്നുൽപാദനങ്ങൾ അടക്കം എല്ലാ മേഖലകളിലും അവർ സ്വയം ശാക്തീകരണം നേടിക്കൊണ്ട് സ്വന്തം നിലക്ക് മുമ്പോട്ട് പോകാൻ ഇത്രയും കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അവർക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് ഈ ഒരു മേഖലയിൽ അമേരിക്കയെയും അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കേണ്ടി വരും, അവർക്ക് ബാധ്യതപ്പെട്ട് നിൽക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ കൂടുതൽ ആശ്രയിക്കാതിരിക്കാൻ സ്വന്തം നിലയ്ക്ക് ഉൽപാദന മേഖല ശക്തിപ്പെടുത്താനും കൃഷിയും വാണിജ്യവും വ്യവസായവും അടക്കമുള്ള എല്ലാ മേഖലകളിലും സ്വന്തം നിലക്ക് ഉൽപാദനങ്ങൾ ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ. ഒരു കണക്കിന് ഈ ഉപരോധങ്ങൾ കൊണ്ട് ഇറാന് ഉണ്ടായിട്ടുള്ള നേട്ടം എന്നുള്ളത് സ്വന്തം നിലക്ക് ഉൽപാദനക്ഷമതയുണ്ടാക്കി മുമ്പോട്ട് വരാൻ സാധിച്ചു എന്നുള്ളതാണ്. നേരത്തെ അറബ് രാജ്യങ്ങൾ ഖത്തറിനെ ഉപരോധിച്ചത്, ഖത്തറുമായിട്ട് നയതന്ത്ര ബന്ധം ഒഴിവാക്കിയതൊക്കെ ഇറാനുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളത് കാരണം കൊണ്ടായിരുന്നു. പിന്നീട് ഈ രാജ്യങ്ങൾ കൂടി ഇറാനുമായിട്ട് സഹകരിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴേ ഖത്തറിന് എന്താണ് സംഭവിച്ചത്? ഖത്തർ സ്വന്തം നിലക്ക് സ്വയം പര്യാപ്തതയിലൂടെ വളർത്തിയെടുക്കാൻ സാധിച്ചു. അപ്പുറവും ഇപ്പുറവുമുള്ള അയൽ രാജ്യങ്ങൾ ഉപരോധിച്ചത് മൂലം സ്വന്തം നിലക്ക് ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചു. അതാണ് ഇറാനും ഇത്രയും കാലത്തിനിടയ്ക്ക് ചെയ്തിട്ടുള്ളത്. 47 വർഷമായി ഈ ഒരു ഉൽപാദന മേഖലയിലും വാണിജ്യ വ്യവസായ മേഖലകളിലും അവരുടെ സാങ്കേതികപരമായ കാര്യങ്ങളിലും മുമ്പിലോട്ട് പോകാനും വളരെയധികം സ്വന്തം നിലക്ക് ശാക്തീകരണ മേഖലയിൽ ഉയർന്നു വരാനും ഇറാനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. 47 വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴും ആ ഭരണവ്യവസ്ഥിതി നിലനിർത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് അവരുടെ ആശയപരമായ വിജയമായിട്ടാണ് ഈ ലോകത്തുള്ള ഷിയാധാര കാണുന്നുള്ളത്. ഈ ഒരു വിശ്വാസധാരയിൽ അണിനിരക്കുന്ന മുഴുവൻ ജനങ്ങളെയും തങ്ങളുടെ രാഷ്ട്രത്തിന് പിന്നിൽ അണിനിരത്താനും പലപ്പോഴും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഈ യമനിലെ അൻസാറുള്ളയും അല്ലെങ്കിൽ ലെബനിലെ ഹിസ്ബുള്ളയും ഇതൊക്കെ സംയുക്തമായി കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട സൈനികമായ പരിശീലനങ്ങൾ, ആയുധപരമായ കാര്യങ്ങൾ, സൈനികപരമായ സഹായങ്ങൾ, മറ്റുള്ള പരിശീലനങ്ങൾ അടക്കം ഇവരുടെ IRGC ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുദ്സ് ഫോഴ്സ് എന്നുള്ള രീതിയിൽ പ്രത്യേക ഫോഴ്സ് തന്നെ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവർ ഈ ഷിയ സംഘടനകൾക്ക് മാത്രമല്ല, ഗസയിലെ ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദിനെയും ഇസ്രായേലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളിൽ പുതിയ പുതിയ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഹമാസും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സഹായം നൽകിയ ആളുകൾ പലരുമുണ്ട്, അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകാം, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സയനിസ്റ്റുകളുടെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുക, സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ള രാജ്യം രൂപീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് ആര് സഹായിക്കുന്നുവെന്നോ അവരുടെ പശ്ചാത്തലമൊന്നും ഞങ്ങൾക്ക് നോക്കാനില്ല. ഈ യഹ്യ സിൻവർ തന്നെ പറഞ്ഞത്, ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായതിനേക്കാൾ ആയുധപരമായും അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു തുരങ്കങ്ങൾക്കൊക്കെ പിന്നിലുള്ള സഹായങ്ങൾ ചെയ്തു തന്നത്, കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേലി അധിനിവേശ ആക്രമണങ്ങളെ ഞങ്ങൾക്ക് മറ്റൊരു ദിശയിൽ അതിന് നേരിടാൻ കഴിഞ്ഞത് അത് ഇറാന്റെ കൂടി പിന്തുണയോടുകൂടിയാണ്. മറ്റുള്ള രാഷ്ട്രങ്ങൾ ഞങ്ങളെ സഹായിക്കാതെ മാറി നിന്നപ്പോൾ ഞങ്ങളെ കൂടെ നിന്നത് ഇറാനാണെന്ന് അവർ കൃത്യമായിട്ട് യഹ്യ സിൻവർ അടക്കം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആഗോളതലത്തിൽ അറബ് രാഷ്ട്രങ്ങൾ പലപ്പോഴും നിശബ്ദമായ ഫലസ്തീൻ വിഷയത്തിൽ ആദ്യം മുതൽ അവസാനം തന്നെ ഒരൊറ്റൊരു നിലപാടും ഒരൊറ്റൊരു മുമ്പോട്ട് പോക്കുമായി നിലവിലുള്ളത് ഈ ഒരു ഇറാൻ എന്നുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ്. അങ്ങനെ പുതിയ കാലഘട്ടത്തിൽ പുതിയ സമയത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ ലോകവുമായി ഇടപഴകുന്നതിൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നെങ്കിൽ പോലും നയനിലപാടുകൾ വിട്ടുവീഴ്ചകൾക്കിടയില്ലാത്ത വിധം തുടർന്നു കൊണ്ടുപോകാൻ ഇവർക്ക് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകളാണ് ഇന്ന് ലോകം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ സ്വന്തം നിലക്ക് നേതൃത്വത്തെയും നേതാവിനെയും ഉണ്ടാക്കിയെടുക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്
ഈ 47 വർഷത്തെ ചരിത്രം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.